ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മനീഷിൻ്റെ അടുത്ത് മേഘ പറയാണ്, വെറുതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ തലയിട്ടുകൊണ്ട് നിന്നാൽ പിന്നെ നിനക്കിവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ നിന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടും. നീ പുറത്തു പോ. നീ ഇങ്ങനെ പരിഭ്രമിക്കുന്നത് കാണുമ്പോൾ തന്നെ നീ എന്നിൽ നിന്നും എന്തോ മറക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് കേട്ട് മേഘ വല്ലാതെ പരിഭ്രമത്തിലായി. അപ്പോൾ അവൻ വീണ്ടും ചോദിക്കുകയാണ്, നീ നിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെയാണോ കഴിയുന്നത്? അതോ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് കഴിയുന്നത് എന്ന് എന്നോട് കള്ളം പറഞ്ഞതാണോ? അപ്പോഴാണ് അങ്ങോട്ടേക്ക് സിദ്ധു കയറി വരുന്നത്. അപ്പോൾ സിദ്ധുവിനെ കണ്ടതും രണ്ടുപേരും വരാതെ വിഷമത്തിലായി. അപ്പോൾ സിദ്ധു ഒന്ന് നോക്കുകയാണ് അവർ രണ്ടുപേരെയും ഒരുപോലെ കണ്ടിട്ട്. ഹലോ മനീഷ്, രാവിലെ തന്നെ എന്താ ക്യാബിനിലേക്ക്? ഒന്നുമില്ല സാർ, അത് ഒരു ചെറിയ ഡൗട്ട് സാർ. ഓ, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ, ഓക്കെ 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 അറിയോ എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ മേഘ മനീഷിൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ പോയിക്കോളൂ മനീഷ്. മനീഷ് പോകാനൊരുങ്ങുന്ന സമയത്ത് മേഘ വീണ്ടും വിളിക്കുകയാണ്, തിരിച്ചു വിളിക്കുകയാണ്. മനീഷ് വീണ്ടും വന്നു. മേഘ മനീഷിൻ്റെ അടുത്ത് പറയാണ്, മനീഷ്, നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഡീറ്റെയിൽസൊക്കെ ഡിലീറ്റ് ചെയ്തേക്കൂ. അതുണ്ടായാൽ ആവശ്യമില്ലാതെ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നിട്ട് മനീഷിൻ്റെ അടുത്ത് വീണ്ടും അവൾ പറയാണ്, ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ? വളരെ നന്നായി മനസ്സിലായി മാഡം. ഇതൊക്കെ സിദ്ധു ശ്രദ്ധിക്കുന്നുണ്ട്. അത്രയും പറഞ്ഞ് മനീഷ് അവിടെ നിന്ന് പോയി. അപ്പോൾ മേഘ പിന്നെ ഒരു വല്ലാത്ത ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് സിദ്ധു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മേഘയ്ക്ക് അറിയാം. മേഘ സിദ്ധുവിനെ ഒന്ന് നോക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ സിദ്ധു ആണെങ്കിൽ അവളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്, എന്താ കാര്യം എന്ന് മനസ്സിലാവാതെ. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഒരുപാട് നേരം നോക്കി നിന്നു. മേഘ വല്ലാത്ത വിഷമത്തോടെയാണ് സിദ്ധുവിനെ നോക്കുന്നത്. സിദ്ധു എന്താ കാര്യം എന്നറിയാതെ അതിൻ്റേതായ ഒരു വിഷമത്തിലും സിദ്ധു നോക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് സിദ്ധുവിന് മനസ്സിലായിട്ടില്ല. പിന്നെ കാണിക്കുന്നത് മലറിൻ്റെ സ്കൂളാണ്. മലറിൻ്റെ സ്കൂളിൽ മലറും പ്രിയൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത്. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ പ്രിയ പറയാണ്, മലർ, ഞാൻ ഭക്ഷണം കഴിച്ചു, നീ ഇരിക്ക്, എന്നിട്ട് നീ കഴിക്ക്. മലർ, ഞാൻ അവിടെ പോയിട്ട് കളിക്കാൻ പോവാണേ. ശരി പ്രിയ, നീ മുഴുവൻ കഴിക്കണേ. ശരി. അപ്പോഴാണ് മലർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് നോക്കിയത്. അപ്പോൾ മലർ കഴിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ മഹേഷ് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മലറിനെ അടുപ്പത്തിലാക്കാം എന്നുള്ള ധാരണയിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. മലർ ഫുഡ് കഴിക്കുകയാണ്. പതിയെ ചെന്ന് സംസാരിക്കാം. ഇന്നലെ കൊടുത്ത ചോക്ലേറ്റ് എന്തായാലും ആഗ്രഹത്തോടെ തന്നെ വാങ്ങിച്ചല്ലോ. അപ്പോൾ അവൾക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, അതല്ലേ അതിൻ്റെ അർത്ഥം. എങ്ങനെയെങ്കിലും ഇവളെ പതിയെ പതിയെ എൻ്റെ വഴിക്ക് കൊണ്ടുവരണം. ചന്ദ്രിക താമസിക്കുന്ന ആ കുടുംബത്തിന് നല്ല തിരിച്ചടി കൊടുക്കണം. മഹേഷ് പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മലറിൻ്റെ അടുത്ത് പോയിട്ടിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, മോളെ, എന്താ മോളെ, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക? ശരി, കഴിച്ചോ കേട്ടാ. മോളെ, അച്ഛൻ മോൾക്ക് വാരിത്തട്ടെ? വേണ്ട, അത് വേണ്ട, ഞാൻ കഴിച്ചോളാം. ശരി, മോൾ കഴിച്ചോളൂ. പിന്നെ മഹേഷ് പറയാണ്, മോൾക്കൊരു കാര്യം അറിയോ? അച്ഛൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. അപ്പം മലറിന് വിഷമായി. വല്ലാതെ വിശക്കുന്നുമുണ്ട്, എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. എനിക്ക് കുറച്ച് ആഹാരം തരുമോ? മലർ അത് കേട്ട് അവനെ തന്നെ നോക്കുകയാണ്. അപ്പോൾ മഹേഷ് ചോദിക്കുകയാണ്, എന്താ മോളെ നോക്കുന്നത്? ഈ അച്ഛന് ഭക്ഷണം തരാൻ ആരുമില്ല മോളെ. പിന്നെ മലർ കുറേ സമയം അവനെ തന്നെ നോക്കിയതിന് ശേഷം ഒരു പിടി ഫുഡ് എടുത്തിട്ട് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇതാ. മഹേഷ് പിന്നെ ആ ഭക്ഷണം തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മലർ ചോദിക്കുകയാണ്, വിശക്കുന്നു എന്നല്ലേ പറഞ്ഞേ? എന്നാൽ പിന്നെ നോക്കി നിൽക്കാതെ കഴിക്ക്. പിന്നെ മഹേഷ് പറയാണ്, മോളെ, ഭക്ഷണം സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഈ ഭക്ഷണം മോള് തന്നതുകൊണ്ട് അച്ഛൻ്റെ വയറ് നിറഞ്ഞു. വയറ് മാത്രമല്ല, അച്ഛൻ്റെ മനസ്സും നിറഞ്ഞു. അത് കലക്കി. സ്നേഹം കൊണ്ട് ഇവളെ എൻ്റെ വശത്താക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വളരെ ഈസി ആയിട്ട് ഇവൾ എൻ്റെ വഴിക്ക് വന്നു. കഴിച്ചോ എന്ന് പറഞ്ഞ് അവൾ 2-3 പിടി ഭക്ഷണം എടുത്തിട്ട് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അച്ഛന് മതി, ഇനി മോള് കഴിച്ചോ. എനിക്കും മതി, ഇനി നിങ്ങൾ കഴിച്ചോ. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞേ? കഴിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? തല ചുറ്റി വീണു പോകും. കഴിച്ചോ എന്ന് പറഞ്ഞ് വീണ്ടും കൊടുക്കുകയാണ്. പിന്നെ അവൾ ആ പാത്രത്തോടു കൂടി മുഴുവൻ ഭക്ഷണവും അവന് കൊടുത്തു. അപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനെ അവൾ നോക്കി നിൽക്കുകയാണ്. മഹേഷ് കഴിക്കുന്നത് തന്നെ നല്ല ആവേശത്തോടു കൂടി വിഷമത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് മലർ. അപ്പോൾ അവനും അവളെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അത് കുറേ ഭാഗം കഴിച്ചതിന് ശേഷം അവൻ പറയാണ്, മോളെ, ഇതാ അച്ഛന് മതി, ഇനി മോള് കഴിച്ചോ. അവൻ പിന്നെ തൊണ്ടയ്ക്ക് കെട്ടിയത് മാതിരി ഒരു ചുമയോ ഒരു വല്ലാത്തൊരു രീതിയിൽ അവൻ കളിക്കുകയാണ്. അപ്പോൾ അത് കണ്ട് മലറിന് വിഷമമായിട്ട് വേഗം വാട്ടർ ബോട്ടിൽ എടുത്ത് കൊടുത്ത് പറയാണ്, ഇതാ കുടിക്ക്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവന് സന്തോഷമാണ്. ഇവൾ ശരിക്കും സ്നേഹമുള്ളവളാ.
ഈ സ്നേഹം വെച്ച് ഇവളെ ഞാൻ ചന്ദ്രികയിൽ നിന്നും പിരിക്കും, അത് ഉറപ്പാ. ശരി, ഇനി മോള് കഴിച്ചോ, അച്ഛൻ പോയിട്ട് വരാം. പോയിട്ട് വാ. ശരി, ടാറ്റാ. മഹേഷ് പിന്നെ പോകുന്ന വഴി തിരിഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ മലരും തിരിഞ്ഞ് നോക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. അവൻ പോകുന്ന വഴിയിൽ ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, മോള് കഴിച്ചോ എന്ന്. എന്നെ കാണിക്കുന്നത് ചന്ദ്രിക ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികയെ, നീ പറഞ്ഞ വർക്കൊക്കെ ചെയ്തു തീർത്തോ? ഇല്ല സാർ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക സാർ. വർക്ക് തീർന്നോ? വർക്ക് ചെയ്ത് തീർന്ന ഉടനെ തന്നെ സിദ്ധു സാറിൻ്റെ അടുത്ത് നിന്ന് അപ്രൂവൽ വാങ്ങി എനിക്ക് അയച്ചേക്ക്. ശരി സാർ. ശരി. അപ്പോഴാണ് അനു വിളിക്കുന്നത് ചന്ദ്രികയെ. അപ്പോൾ കോൾ എടുത്തിട്ട്, എന്താ അനു? എന്താ ചന്ദ്രികയെ, ഓഫീസിലാണോ? ഓഫീസിലാണുള്ളത്. എന്താ പെട്ടെന്ന് വിളിച്ചത്? വെറുതെ ഞാൻ ഫോൺ ചെയ്യില്ലല്ലോ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താ അനു? എന്താ കാര്യം? ഷോപ്പിങ്ങിന് പോയാലോ എന്ന് ഞാൻ സിദ്ധുവിനോട് ചോദിച്ചു. എന്നെ അദ്ദേഹം ഓടി വന്നു. എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല, അറിയോ? ഇപ്പം അദ്ദേഹത്തോടെ മാളിൽ ഷോപ്പിങ്ങിലാ. വെറുതെ ഓരോന്നും പറയാതെ അനു. സിദ്ധു സാറ് നിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരുമെന്നോ? ഉറപ്പായും വരില്ല. അദ്ദേഹം അത്രമാത്രം ബിസിയായിട്ടുള്ള ആളാണെന്ന് നിനക്കറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് വിശ്വാസമായില്ല അല്ലേ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ സിദ്ധു സാറിനോട് നേരിട്ട് ചോദിച്ചോ. മറ്റൊരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാ. ഇന്ന് ലഞ്ച് സിദ്ധു സാറിൻ്റെ കൂടെയാ. ഞാൻ നൈറ്റിൽ വിളിച്ച് ബാക്കി വിശേഷങ്ങൾ പറയാം. ബായ്. ഇതെന്താ സിദ്ധു സാറിൻ്റെ കൂടെ ഷോപ്പിങ്ങിലാണെന്ന് പറയുന്നു? സിദ്ധു സാറ് ഇവിടെ വിളിച്ചാലൊന്നും അങ്ങനെ പോവില്ലല്ലോ. അപ്പോൾ വെറുതെ തമാശക്ക് പറഞ്ഞതായിരിക്കും. പിന്നെ ചന്ദ്രിക നേരെ സിദ്ധു സാറിൻ്റെ ക്യാബിനിലേക്ക് പോയി. അപ്പോൾ ചന്ദ്രിക പറയാണ്, സിദ്ധു സാറിനെ ഇവിടെ കാണുന്നില്ലല്ലോ, അദ്ദേഹം ഇതുവരെ ഓഫീസിൽ വന്നില്ലേ? ആ സമയത്ത് ചന്ദ്രിക ഓർക്കുന്നത് അനു പറഞ്ഞ കാര്യങ്ങളാണ്. ഷോപ്പിങ്ങിന് പോയാലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സിദ്ധു സാർ ഉടൻ ഓടി വന്നു. അപ്പോൾ ശരിക്കും സിദ്ധു സാറ് അനുവിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടാവുമോ? അതൊന്നുമില്ല, സിദ്ധു സാറ് അങ്ങനെ ഒരാളല്ല. ചന്ദ്രിക വിഷമത്തോടെ തിരിച്ചു വന്ന് അവളുടെ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. ഇതാ, സിദ്ധു സാർ ഇന്ന് ഓഫീസിലേക്ക് വരുമോ? ഉറപ്പായിട്ടും വരേണ്ടതാണ്. അദ്ദേഹം അപ്രൂവ് ചെയ്യേണ്ട ഡിസൈൻസ് ഒരുപാടുണ്ട്. അദ്ദേഹം വരാനാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രികയ്ക്ക് കോൾ വരികയാണ്. നേരത്തെ പറഞ്ഞ സാറ് വിളിക്കുകയാണ്. എന്താ ചന്ദ്രികയെ, ചെയ്ത ഡിസൈൻസൊക്കെ സിദ്ധു സാറിന് കാണിച്ച് അപ്രൂവൽ വാങ്ങിയോ? സിദ്ധാർത്ഥ് സാർ ഇതുവരെ ഓഫീസിൽ വന്നിട്ടില്ല സാർ. അല്ല ചന്ദ്രികയെ, ക്ലയൻസ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഞാൻ ചോദിച്ചത്. സിദ്ധാർത്ഥ് സാറ് വന്ന ഉടനെ തന്നെ അപ്രൂവൽ വാങ്ങിയിട്ട് സാറിനെ കൊണ്ടുവന്ന് കാണിക്കാം. ശരി, ഓക്കെ ചന്ദ്രിക. ചന്ദ്രിക പിന്നെ ആലോചിക്കുകയാണ്, ഇത്രയും ലേറ്റായിട്ടൊന്നും സിദ്ധു സാറ് ഓഫീസിലേക്ക് വരാറില്ലല്ലോ. ഇപ്പോൾ എവിടെയാ ഉള്ളത് എന്ന് ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കാം. ചന്ദ്രിക ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ കിട്ടിയില്ല, നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ പറയാണ്, ഇതെന്താ നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നത്? പിന്നെ ചന്ദ്രിക അടുത്തുള്ള ഗീതയോട് ചോദിക്കുകയാണ്, ഗീത, എന്താ ഈ നോട്ട് റീച്ചബിൾ എന്ന് പറഞ്ഞാൽ ഉള്ള അർത്ഥം? ഫോൺ ഏതോ സിഗ്നൽ ഇല്ലാത്ത അടുത്ത സ്ഥലത്താണെന്ന് അർത്ഥം. സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്തോ? ഒരുപക്ഷെ സിദ്ധാർത്ഥ് സാറ് അനുവിൻ്റെ കൂടെ പോയിട്ടുണ്ടാവുമോ? ചേച്ചേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, താമസിച്ച് ഒരുപാട്. അപ്പോൾ ചന്ദ്രിക ഓർക്കുകയാണ്, ഇതിനു മുമ്പേ സിദ്ധു സാറ് വരേണ്ടതാണല്ലോ. നോക്കാം. ചന്ദ്രിക പിന്നെയും പോയി നോക്കി. വീണ്ടും നോക്കുമ്പോൾ സീറ്റ് കാലിയാണ്. സീറ്റിൽ സിദ്ധു എത്തിയിട്ടില്ല. അപ്പോൾ മേഘ വിളിക്കുകയാണ്, ചന്ദ്രികയെ. എന്താ ചന്ദ്രികയെ, എന്താ കാര്യം? ഡിസൈൻസ് എല്ലാം അപ്രൂവൽ വാങ്ങണം, അതിന് സിദ്ധാർത്ഥ് സാറിനെ കാണാൻ വേണ്ടി വന്നതാ. ഓ, അങ്ങനെയാണോ? സിദ്ധു സാർ ഓഫീസിലേക്ക് വരുമോ മേഘ? ഇതിനോടകം ഓഫീസിലേക്ക് വരേണ്ടതാ, പക്ഷേ ഇതുവരെ വന്നില്ലല്ലോ. സിദ്ധു സാറ് വേറെ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിരുന്നോ? നിൽക്ക്, ഞാനൊന്ന് സിദ്ധുവിനെ വിളിച്ചു നോക്കട്ടെ. മേഘ വിളിച്ച സമയത്തും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. താങ്കൾ വിളിച്ച വ്യക്തി നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ചന്ദ്രികയോട് പറയാണ്, സിദ്ധുവിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സിദ്ധു എന്ത് ചെയ്യുകയാണെന്നറിയില്ലല്ലോ. ശരി മേഘ, ഞാൻ പിന്നീട് വരാം. ചന്ദ്രിക പിന്നെ അവളുടെ സീറ്റിൽ വന്നിരുന്നിട്ട് വീണ്ടും പറയാണ്, ഒന്നുകൂടി അനുവിനെ ഒന്ന് വിളിച്ചു നോക്കാം. അനുവിനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഇതെന്താ അനുവിനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ശരിക്കും രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് പോയോ? സ്വയം സമാധാനിക്കുകയാണ് ചന്ദ്രിക. അനു പറഞ്ഞതൊന്നും സത്യമായിരിക്കില്ല. വിളിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയാണ് പറയുന്നത്. താങ്കൾ വിളിക്കുന്ന വ്യക്തി നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അനുവിനെ വിളിക്കുകയാണ്. അനുവിനെ വിളിക്കുന്ന സമയത്തും അതേപോലെ തന്നെയാണ് പറയുന്നത്. ചന്ദ്രിക പിന്നെ അനുവിനെയും സിദ്ധുവിനെയും മാറി മാറി വിളിക്കുകയാണ്. ആ സമയത്തൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അവളുടെ ആ പതർച്ച കണ്ടിട്ട് ഗീത ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികയെ, ആകെ നീ ടെൻഷനായിരിക്കുന്നല്ലോ.
ഡിസൈൻസിന് അപ്രൂവൽ വാങ്ങണം. സിദ്ധു സാറിൻ്റെ ഫോണാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഓഫാണ്. ഇന്നിനി സാറ് ഓഫീസിൽ വരുമെന്ന് തോന്നുന്നില്ല. നാളെ വാങ്ങാം. വാ, വീട്ടിലേക്ക് പോകാം. പോയിക്കോ ഗീത, ഞാൻ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ പോകാം. എന്നാൽ ഞാൻ ഇറങ്ങാണേ, ബായ്. ചന്ദ്രിക സിദ്ധുവിനെ കാത്ത് വിഷമത്തിലായി. കാര്യം എല്ലാവരും പോയി. അപ്പോൾ അവളുടെ ഫയൽസൊക്കെ എടുത്തു വെച്ച് അവളും പോകാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോഴാണ് സിദ്ധു വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികയെ, വീട്ടിലേക്ക് പോവാണോ? സാർ, ഓക്കെ. ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. രാവിലെ സാറ് എങ്ങോട്ടാ പോയത്? അല്ല, അനു നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഷോപ്പിങ്ങിന് പോകണമെന്ന് അനു കുറേ ദിവസമായി പറയുന്നു. അതുകൊണ്ട് ഞാനിന്ന് അവളെയും കൂട്ടി ഒന്ന് ഷോപ്പിങ്ങിന് പോയി. സിദ്ധുവിൻ്റെ വായിൽ തന്നെ അത് കേട്ടപ്പോൾ ചന്ദ്രിക വല്ലാതായി. അപ്പോൾ ഷോക്കടിച്ചതുപോലെയാണ് ചന്ദ്രിക നിൽക്കുന്നത്. സിദ്ധു ഒന്നുകൂടി പറയുകയാണ് ചന്ദ്രികയോട്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ അനു പറയുകയാണ് സിദ്ധാർത്ഥിനെ വിളിച്ചിട്ട്, എങ്ങനെയുണ്ട് സിദ്ധു സാർ, ഞാൻ പറഞ്ഞ കാര്യം വർക്കൗട്ടായില്ലേ? അതെ, എനിക്കെന്തോ വർക്കൗട്ടാകുന്നത് പോലെയാണ് തോന്നുന്നത്. മേഘ പറയാണ്, എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി പുതിയതായി കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഫാഷൻ ഡിസൈനിങ്ങിൽ നമ്പർ 1 ആണ്. അതുപോലെ ഞാനും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുക. അച്ഛനോടും അമ്മയോടും പറയാണ് മേഘ. അച്ഛൻ വേണം ഇൻവെസ്റ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ. നിനക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര പണം വേണ്ടി വരും? 2.5 കോടി രൂപ അങ്ങനെ വേണ്ടി വരും അച്ഛാ. അത് കേട്ടതും അച്ഛനും അമ്മയും ഷോക്കടിച്ചതുപോലെയായി. അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.